ഹലോ. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് ഇൻ്റർനാഷണൽ ക്ലയൻറ്റിനെ ഈസി ആയിട്ട് പിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലിലാണ് നമ്മളുള്ളത്. ഞാൻ ഇപ്പോൾ വീട്ടിലാണ്, അതാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്. സോ നോ പ്രോബ്ലം. ഞാൻ എന്തായാലും 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കാര്യം പറയാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഇൻ്റർനാഷണൽ ക്ലയൻറ്റിനെ പിച്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് ക്ലയൻസിനെ കിട്ടാത്ത നമ്മൾ പിച്ച് ചെയ്യുന്ന വലിയ വലിയ കമ്പനീസിനെയാണ്. സോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഏത് രാജ്യത്തോട്ട് ഇറങ്ങുകയാണെങ്കിലും അവിടുത്തെ ലോക്കൽ ക്ലയൻസിനെ നമ്മൾ ആദ്യം പിടിക്കണം. ദെൻ ആ ലോക്കൽ ക്ലയൻസിൻ്റെ ഇടയിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ക്ലയൻസിനെ പിച്ച് ചെയ്യാൻ പറ്റും. ലോക്കൽ ക്ലയൻസിനെ നമുക്ക് ഈസി ആയിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. അവിടെ നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ആ ഒരു രാജ്യത്ത് നിന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലയൻസിനെ കിട്ടും. സോ നമ്മൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. സോ ഒരുപാട് പറഞ്ഞ് ലാഗ് അയക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഞാൻ ഈ പ്രോംപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇവിടെ സർവീസ് കോളം ഉണ്ട്. സർവീസ് കോളം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഫില്ല് ചെയ്യുക. ഒരൊറ്റ സർവീസ് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെബ് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫില്ല് ചെയ്തിട്ട് ഒരൊറ്റ സർവീസ് ഇവിടെ ഫില്ല് ചെയ്യുക. എന്ത് സർവീസാണോ നിങ്ങൾ ക്ലയൻറ്റിന് വേണ്ടി പിച്ച് ചെയ്യാൻ പോകുന്നത് ആ സർവീസ് ഇവിടെ ഫില്ല് ചെയ്യുക. ആൻഡ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ഒരു സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളൊരു ക്ലയൻറ്റിനെ പിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ഔട്ട്കം ഉണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഔട്ട്കം എന്താ, സെയിൽസ് ഡിറൈവൺ മാർക്കറ്റിംഗ്. ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, സെയിൽസ് ഡിറൈവൺ മാർക്കറ്റിംഗ്. അതായത് ഞങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിങ്ങിൽ ഞങ്ങൾ സെയിൽസ് അഷുറൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്കത്തിലാണ് കൊടുക്കുക. നിങ്ങൾക്ക് മാക്സിമം ഔട്ട്കം എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റും എന്നുള്ളതെല്ലാം കൊടുക്കുക. അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളെ പുള്ളപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുക. ആൻഡ് താഴെ കൺട്രി, നിങ്ങൾ ഏത് കൺട്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നുള്ളതും കൊടുക്കുക. ഓക്കെ. ഇനി ഈ ഒരു പ്രോംപ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ 2 പ്രോംപ്റ്റ് ഉണ്ട്. ഫസ്റ്റത്തെ പ്രോംപ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു പ്രോംപ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സർവീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ബിസിനസ് നമുക്ക് സെലക്ട് ചെയ്ത് തരും. ഓക്കെ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കൺട്രീസിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ് നമുക്ക് സെലക്ട് ചെയ്ത് തരും. അതാണ് ആക്ച്വലി ഈ ഒരു പ്രോംപ്റ്റ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫില്ല് ചെയ്തിട്ട് ജെമിനിക്ക് കൊടുത്തിട്ടുണ്ട്. ജെമിനിക്ക് കൊടുത്തിട്ട് ഞാൻ USA സെയിൽസ് ഡിറൈവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഏരിയകൾ തന്നിട്ടുണ്ട്. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഫീൽഡിൽ, അതായത് ജെമിനി എനിക്ക് കുറച്ച് ഫീൽഡ്, ഒരു 5 ഫീൽഡ് തന്നു. ഈ ഫീൽഡാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫീൽഡിൽ ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് തരാൻ പറഞ്ഞു. എന്തിനാണ് നെക്സ്റ്റ് തരാൻ പറഞ്ഞത്, കാരണം എനിക്ക് ഈ ഫീൽഡ്, നമ്മളൊരു സെയിൽസ് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ട്. സോ ഈ പറഞ്ഞ ഫീൽഡിൽ എനിക്ക് കോൺഫിഡൻറ്റ് ഇല്ല. സോ ഞാൻ നെക്സ്റ്റ് തരാൻ പറഞ്ഞു. നെക്സ്റ്റ് തന്ന ഫീൽഡിൽ എനിക്ക് കോൺഫിഡൻറ്റ് ഇല്ല, നെക്സ്റ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ അതിലും എനിക്ക് കോൺഫിഡൻറ്റ് ഇല്ല. അതായത് ഈ ഫീൽഡിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇതിന് മുന്നേ, അതുകൊണ്ടാണ് എനിക്ക് ആ കോൺഫിഡൻറ്റ് ഇല്ലാത്തത്. എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്കറിയാവുന്ന കുറച്ച് ഫീൽഡ് കൊടുത്തു റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ ആ ഫീൽഡ് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഇനി അതിലൊരെണ്ണം ഞാൻ കോപ്പി ചെയ്യുന്നു, റിലേറ്റഡ് റെസിഡൻഷ്യൽ ക്ലീനിങ് സർവീസ്. ഓക്കെ. അതായത് ഞാൻ കോപ്പി ചെയ്യുന്നു. ദെൻ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, എവിടെ നിന്നാണ് നമ്മൾ ഇൻ്റർനാഷണൽ ക്ലയൻസിനെ പിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലിങ്ക്ഡിൻ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണെന്ന് എനിക്കറിയാം. നമ്മളുടെ ക്യാൻവേൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു ക്ലാസ് നല്ല ലാഗ് ആണെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത സാധനം ഉണ്ടല്ലോ, ജെമിനി നമുക്ക് തന്ന റിസൾട്ട്, അത് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഇവിടെ സെർച്ചിൽ വന്നിട്ട് ഇവിടെ കമ്പനീസ് സെലക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ലൊക്കേഷൻസ് വന്നിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്കുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കമ്പനി സൈസ് വന്നിട്ട് 1 to 10 ആൻഡ് 11 to 50 കൊടുക്കുക. ഓക്കെ. ഇതെല്ലാം നമ്മൾ ഫിൽട്ടർ ചെയ്യുക. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ലിങ്ക്ഡിനിൽ വന്നിട്ട് അമേരിക്കയിലുള്ള, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ലോക്കൽ ബിസിനസ്സിനെ നമ്മൾ ലിങ്ക്ഡിനിൽ നിന്ന് ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം 12K 44K ഫോളോവേഴ്സ്, അതുപോലെ 96 ഫോളോവേഴ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കിവിടെ ഫോളോവേഴ്സ് കൗണ്ട് കാണാം. ഞാനിവിടെ പിച്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ലോവസ്റ്റ് ബിസിനസ്. അതായത് നമുക്ക് എൻ്റെ ഇൻറ്റൻഷൻ, എനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ഈസി ആയിട്ട് അവരെ പിച്ച് ചെയ്യാൻ പറ്റണം. ഞാൻ ഇന്നൊരു മെയിൽ അയച്ചാൽ അവരെനിക്ക് തിരിച്ച് മെയിൽ അയക്കണം. ആ ഒരു സാധനമാണ് എനിക്ക് വേണ്ടത്. നമ്മളിവിടെ സെയിൽസ് നടത്തുന്ന മെയിൽ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർനാഷണലി, നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് വാട്സപ്പ് ഇത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനാഷണലി നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മെയിൽ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് എന്തായാലും നമുക്ക് റിപ്ലൈ കിട്ടും. ഓക്കെ. സോ അപ്പോൾ ഞാൻ ഇവിടെ പിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, സെൽഫ് ഓൺഡ് ബിസിനസ്സുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ വലിയ കമ്പനീസ് ആയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഡിസിഷൻ മേക്കേഴ്സ് കൂടുതലായിരിക്കും, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. സോ നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. സോ എനിക്ക് വേണ്ടത്, ഞാൻ മെയിൽ അയക്കുന്ന അതിൻ്റെ ഓണർക്കാവണം, അല്ലെങ്കിൽ ഈ ബിസിനസ് കൊണ്ടെടുക്കുന്ന ആ ഒരു ഓണർ ആവണം എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഞാൻ പിടിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ,
11 ഫോളോവേഴ്സുള്ള ഒരു ഇതുണ്ട്. അതുപോലെ 31 ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പേജ് നമുക്കിവിടെ ഇഷ്ടംപോലെ പേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഓക്കെ, അപ്പോൾ ഞാനിവിടെ 44 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് എടുക്കുന്നു. ഇനി ഇവിടെ വന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അബൌട്ടിൽ വന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, മൊബൈൽ നമ്പർ അവരിവിടെ കൊടുത്താണ്ടോ. നോർമലി ഇവിടെ നിന്ന് നമുക്ക് ഈ മൊബൈൽ നമ്പർ തന്നെ നമുക്ക് ഡയറക്റ്റ് അവർക്ക് പിച്ച് ചെയ്യാൻ പറ്റും. വാട്സപ്പ് വഴി നമുക്ക് അവരെ മൊബൈൽ നമ്പർ വഴി പിച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് മൊബൈൽ നമ്പർ കിട്ടിയത്? കാരണം ഇതൊരു സെൽഫോൺ ബിസിനസ്സാണ്, അതുകൊണ്ടാണ് അവർ ഫോൺ നമ്പർ കൊടുത്തത്. നമ്മൾ നോർമലി ഇൻ്റർനാഷണൽ ക്ലയൻസിന് പിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന വലിയ വലിയ കമ്പനീസിനെയാണ്, നമ്മൾ ലോക്കൽ കമ്പനീസിനെ നോക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ ഒരു മൊബൈൽ നമ്പർ കിട്ടാത്തത്. ഓക്കെ, ഞാൻ മൊബൈൽ നമ്പർ വഴി അല്ല ആക്ച്വലി ഞാൻ അവിടെ പിച്ച് ചെയ്യാൻ പോകുന്നത്. മൊബൈൽ നമ്പർ ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയും പിച്ച് ചെയ്യാം. ഓക്കെ, എല്ലാ കേസിലും മൊബൈൽ നമ്പർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ മീൻസ് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കണം, അവരെന്തെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് അവർക്ക് മെയിൽ ചെയ്യുമ്പോൾ അത്രയും ഡെപ്തിൽ നമുക്ക് അവർക്ക് മെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എനിക്ക് വേണ്ടത്, നമുക്കിനി അടുത്തത് ഇവിടെ നിന്ന് എടുക്കാനുള്ളത് അവരുടെ വെബ്സൈറ്റാണ്. സോ ജോബ്സ്, അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് അവർ ലിങ്ക്ഡിനിൽ അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് വേണ്ടത് അവരുടെ വെബ്സൈറ്റ് എടുക്കണം, അത് നമുക്ക് അർജൻറ്റാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാനത് ബാക്ക് അടിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു സൈറ്റ് നോക്കാം. ഓക്കെ, ഞാനിവിടെ വേറെ ഒരു കമ്പനി നോക്കുന്നു. സോ നമ്മൾ അബൌട്ടിൽ വന്നാൽ അവരുടെ വെബ്സൈറ്റ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കാം, കാരണം ഇവിടെ 11 to 50 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നോക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം 33 അസോസിയേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അതായത് ഇവരെല്ലാം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. സോ നമുക്ക് ഇവർ ഈസി ആയിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ ലിങ്ക്ഡിൻ നമ്മളോട് പ്രീമിയം പർച്ചേസ് ചെയ്യാൻ പറയും. കണ്ടോ, ഇവിടെ വ്യൂ എന്ന് കൊടുത്താൽ നമ്മളോട് പ്രീമിയം പർച്ചേസ് ചെയ്യാൻ പറയും. ഇതാണ് ലിങ്ക്ഡിൻ്റെ സെയിൽസ് മെത്തേഡ്. അതായത് ഇപ്പോൾ നമുക്കൊരു കമ്പനി കിട്ടി, ആ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് ലിങ്ക്ഡിൻ തന്നെ കാണിച്ചു തരും. ഇത് ഈ കമ്പനീൻ്റെ CEO ആണ്, ഇത് ഈ കമ്പനീൻ്റെ സെയിൽസ് മാനേജറാണെന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ തന്നെ നമുക്ക് കാണിച്ചു തരും. പക്ഷേ അത് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക്ഡിൻ പ്രീമിയം എടുക്കണം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ലിങ്ക്ഡിൻ പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമ്മൾ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി ബാക്കി ഡീറ്റെയിൽസ് വെബ്സൈറ്റിലുണ്ടാകും. ഇപ്പോൾ നമുക്ക് അവരെ ഡീറ്റെയിൽസ് കിട്ടി, നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഇപ്പോൾ US നിന്ന് ലോക്കലി ഫിൽട്ടർ ചെയ്തൊരു കമ്പനി കിട്ടി, ആ കമ്പനീൻ്റെ വെബ്സൈറ്റ് കിട്ടി. ഇനി വെബ്സൈറ്റിലുണ്ടാവും ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഈ വെബ്സൈറ്റിൽ. സോ ഇവിടെ വന്നാൽ അവരുടെ സർവീസ് കാര്യങ്ങളെല്ലാം അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അബൌട്ടിൽ വന്നാൽ ചില കേസിൽ അബൌട്ടിൽ വന്നാൽ തന്നെ കിട്ടും അവിടുത്തെ ടീം മെമ്പേഴ്സിൻ്റെയും അതുപോലെ അതിൻ്റെ ഫൗണ്ടറേയും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അബൌട്ടിൽ തന്നെ കിട്ടും. സോ നമുക്ക് ഇവിടെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ നമുക്ക് പിന്നെ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മെയിൽ ID അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഇതാണ് അവരുടെ മെയിൽ ID. ദെൻ കോപ്പി, ഈ മെയിൽ ID എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. ഇപ്പോൾ നമുക്ക് അവരുടെ മെയിൽ ID കിട്ടി, മൊബൈൽ നമ്പറും ഇവിടെ ഉണ്ട്, മെസ്സേജ് ചെയ്യാം. ഓക്കെ, മൊബൈൽ നമ്പറും ഉണ്ട്, മെയിൽ ID ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി, അവരുടെ മെയിൽ ID കിട്ടി. ഇനി നമുക്ക് ഈ മെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മെയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ വെബ്സൈറ്റ് ഇനി ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ തന്നിട്ടുള്ള നേരെ പ്രോംപ്റ്റിൽ രണ്ടാമത്തെ പ്രോംപ്റ്റിലോട്ട് വരിക ആൻഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എല്ലാ പ്രോംപ്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ്ട്, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ചാറ്റ് ഉണ്ടല്ലോ അവിടെ വരിക. ഇവിടെ കമ്പനി URL ഇൻപുട്ടിൽ വന്ന കമ്പനി URL എന്നുണ്ട്. ഈ കമ്പനി URLൻ്റെ അവിടെ ഇവരുടെ വെബ്സൈറ്റ് URL കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ അതായത് ഇത് ഓപ്ഷണലാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് നന്നായിട്ട് നോക്കണം, അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നന്നായിട്ട് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതെല്ലാം നോക്കിയിട്ട് നിങ്ങളൊരു പ്രോബ്ലം ഫൈൻഡ് ചെയ്തു. അതായത് ഞാൻ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ പിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കിയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, വെബ്സൈറ്റ് വളരെ ലോക്കൽ വെബ്സൈറ്റാണ്.
അതുപോലെ ഒരു റെസ്പോൺസീവ് അല്ല, വളരെ ഓൾഡ് ജെൻ വെബ്സൈറ്റാണ് അവരത്. സോ എനിക്ക് ഈ കാര്യം മനസ്സിലായി. സോ ഇത് ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു ഇഷ്യൂ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ട് അവരെ പിച്ച് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ നിങ്ങൾ ആ പ്രോബ്ലം പറഞ്ഞിട്ട് തന്നെ പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് ഞാൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്, ഈ പ്രോംപ്റ്റിൽ ഇവിടെ ഒബ്സർവ്ഡ് ഇഷ്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇനി നിങ്ങൾ ഒരു ഇഷ്യൂ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, അതുകൊണ്ടാണ് അതോടെ ഓപ്ഷണലായിട്ട് കിടക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജെമിനി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു മെയിൽ തന്നിട്ടുണ്ട്. നേരെ എന്ത് ചെയ്യുക, സബ്ജക്റ്റ്, മെയിലിൻ്റെ സബ്ജക്റ്റ് എടുക്കുക. നമുക്ക് മെയിൽ അയക്കണമല്ലോ. ഇവിടെ വരിക, നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ മെയിൽ എടുക്കുക. മെയിൽ കമ്പോസ് മെയിൽ കൊടുക്കുക. കമ്പോസ് മെയിലിൽ ടു ആർക്കാണ് നമ്മൾ അയക്കുന്നത്, അവരുടെ മെയിൽ ഐ ഡി നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് മെയിലിൽ വന്നിട്ട് ടൂല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്ജക്റ്റ്, ജെമിനി തന്ന സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ സബ്ജക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, നോ പ്രോബ്ലം. സബ്ജക്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ജെമിനി തന്നെ ഇതെല്ലാം വായിച്ച് നോക്കണം കേട്ടോ, ഡയറക്റ്റായിട്ട് അയക്കരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ, അതാണ് ഞാൻ ഇത്രയും സ്പീഡായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ വാസ് ലുക്കിംഗ് ദ ക്ലീനിങ് സൊല്യൂഷൻ സൈറ്റ് റിയലി ലുക്ക് ലൈക്ക് ക്വാളിറ്റി സർവീസ് ആൻഡ് എക്സ്പെർട്ട് പ്രോമിസ് യു ഹാവ്. ഐ നോട്ടീസ് ദ സെർച്ചിങ് ലോക്കൽ കൊമേഴ്ഷ്യൽ ആൻഡ് മൂവ് ദ സർവീസ്. ഓക്കെ, ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇത് വായിച്ച് നോക്കിയിട്ട് ഇതും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും കറക്റ്റ് അല്ലേ ഒന്ന് കൺഫേം ചെയ്യുക. ഇല്ലയെന്നെ ജെമിനിനോട് പറയാം ഇത് ഇൻ്റെതല്ല, ഇങ്ങനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക വെച്ചാൽ കോപ്പി ചെയ്യുക. എവിടെ നമ്മളുടെ മെയിലിലോട്ട് വരിക, ആൻഡ് പേസ്റ്റ് ആൻഡ് സെൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലിങ്ക് ഒന്നും ആഡ് ചെയ്യരുത്, ഡയറക്റ്റായിട്ട് അയച്ചാൽ മതി. വേറെ എക്സ്റ്റേണൽ ലിങ്ക് ഒന്നും ആഡ് ചെയ്യരുത്, കാരണം ഒരിക്കലും ക്ലിക്ക് ചെയ്യൂല. ഓക്കെ, പിന്നെ ഈ സബ്ജക്റ്റ് മാക്സിമം സബ്ജക്റ്റ് ഒരു ഹുക്ക് ബേസ്ഡ് ആക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഫോർ ക്ലീനിങ് സൊല്യൂഷൻസ് അത്ര വലിയ ഹുക്കൊന്നുമല്ല, മാക്സിമം ഒരു ഹുക്ക് ബേസ്ഡ് ആക്കുക. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ഫോണിൽ ഒരു മെയിൽ വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഈ സബ്ജക്റ്റ് മാത്രമേ നമ്മൾ കാണുള്ളൂ. സോ സബ്ജക്റ്റ് ഒരിക്കലും നിങ്ങൾ പോയിട്ട് അഡ്വർടൈസിങ് സർവീസെന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിന്നോ അങ്ങനെ കൊടുക്കരുത്, ഒഴിവാക്കി വിടും. ഓക്കെ, നമ്മളുടെ ആവശ്യം അവരെ കൊണ്ട് ഈ മെയിൽ മുഴുവൻ വായിപ്പിക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയ്ക്കും ഹുക്ക് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക, അതിന് സൊല്യൂഷൻ. ഇപ്പോൾ ഞാൻ അവരുടെ വെബ്സൈറ്റ് കണ്ടു, അതിൽ റെസ്പോൺസീവ് അല്ല എന്ന് പറഞ്ഞാലോ, സോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ അവരെന്തായാലും നോക്കും, കാരണം അത് അവരുടെ പ്രോബ്ലമാണ്. അവരുടെ പെർസ്പെക്റ്റീവിൽ എന്താണ്, ഒരു കസ്റ്റമർ നോക്കിയിട്ട് കസ്റ്റമർ തരുന്ന എൻക്വയറി ആണെന്നുള്ളത് അവർ പെർസ്പെക്റ്റീവിൽ തോന്നുള്ളൂ. സോ നമുക്ക് അങ്ങനെ ആളുകളെ ഈ മെയിൽ ഓപ്പൺ ചെയ്യാൻ എത്തിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ലിങ്ക് ആഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു, ഒരിക്കലും ലിങ്ക് ആഡ് ചെയ്യരുത് ഫസ്റ്റ് മെയിലൊന്നും, കാരണം ലിങ്ക് ആഡ് ചെയ്ത ആളുകൾ ക്ലിക്ക് ചെയ്യില്ല. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡൊമൈനിലുള്ള മെയിൽ യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ഇയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൊമൈനിലുള്ള മെയിൽ യൂസ് ചെയ്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രോബ്ലം നേരെ സ്പാം ഫോൾഡറിലോട്ട് പോകും. ഓക്കെ, നിങ്ങളുടെ ഡൊമൈനിലുള്ള മെയിൽ റെപ്യൂട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് സ്പാം ഫോൾഡറിലോട്ട് പോകും. പിന്നെ ഓൾറെഡി മറ്റൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, അതുമ്പോൾ കമ്പനി നെയിം ഉണ്ടാവും. ഇപ്പോൾ കമ്പനി നെയിം ഉള്ള സമയത്ത് അധികം ആളുകൾ ഇതൊരു അഡ്വർടൈസിങ് ആണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം സ്പീഡായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വീഡിയോസ് ചെയ്യാം. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഒന്നാമത് വീട് പണി നടക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കധികം ഏരിയ അല്ല, സോ നല്ല ചൂടുമുണ്ട്. ഓക്കെ, സോ ഒന്നുകൂടെ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്നിട്ടുള്ള ഫസ്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ആ പ്രോംപ്റ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഏറ്റവും, അതായത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് ഒരു ഓട്ടോമേറ്റഡ് ആവണം, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾ മെയിൽ അയച്ചല്ലോ, ഇനി മെയിലിന് റിപ്ലൈ കിട്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ, നേരെ ഈ ചാറ്റിലായിട്ട് തന്നെ കൊണ്ടുവന്നിടുക, ഇങ്ങനെ റിപ്ലൈ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജെമിനി അടുത്ത റിപ്ലൈ തരും, എന്താണ് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ അത് കണ്ടിന്യൂ ചെയ്താൽ മതി, ജെമിനി തന്നെ സെയിൽ ക്ലോസ് ചെയ്തോളും. അതിനുള്ള പ്രോംപ്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം നിങ്ങൾ അവരെ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിലോ, ഫേസ്ബുക്കിലോട്ടോ എല്ലാം വരലുണ്ട്, വാട്സപ്പിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ അവരെ എത്തിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് മുതൽ ഒന്നും കൂടെ പറയാം.
നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ഫീൽഡ് കണ്ടെത്തുക. എന്നിട്ട് ഇതെല്ലാം ലോക്കൽ ഫീൽഡാണ്. ലോക്കലി നമ്മൾ കുറച്ച് ക്ലയൻസിന് ഉണ്ടാക്കിയിട്ട് ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കയറാൻ. ഓക്കെ, സോ ഈ കാര്യം നിങ്ങളോട് ആരും പറഞ്ഞൊന്നുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ജെമിനി യൂസ് ചെയ്തിട്ട് ഒരു സെർച്ച് ഉണ്ടാക്കുക. അതായത് ലോക്കൽ ഏരിയയിലുള്ളൊരു സെർച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്ലീനിങ് കമ്പനി, അതുപോലെ ഡെൻ്റൽ ക്ലിനിക്ക്, ഇതുപോലത്തെ ലോക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. കാരണം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ഓൺഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അത് പിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റായിട്ട് ഓണറെ നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മെയിൽ ഐ ഡി ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മെയിൽ അയച്ചില്ല, ആ മെയിൽ ഐ ഡി അതിൻ്റെ ഓണറുടെ മൊബൈലിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഓണറുടെ സിസ്റ്റത്തിലായിരിക്കും ഉണ്ടാവുക, അവരുടെ എംപ്ലോയീസിൻ്റെ കയ്യിലായിരിക്കില്ല. സോ നമ്മൾ ഓണർക്കാണ് അയക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ലോക്കലി പിച്ച് ചെയ്യുക അവരുടെ എന്നിട്ട് വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ലോക്കലി കമ്പനീസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, പേരല്ല, കാറ്റഗറി. ആ കാറ്റഗറി വന്നിട്ട് നമ്മൾ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യുക. ലിങ്ക്ഡിനിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുക, ലൊക്കേഷൻ വൈസ് കമ്പനി സെലക്ട് ചെയ്യുക. കമ്പനി സൈസ് എന്നുണ്ടാവും അവിടെ 1:10 ആൻഡ് 11:50. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് കുറവുള്ളത് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവരുടെ പേജിൽ ഒന്ന് വായിച്ചു നോക്കുക അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ പോസ്റ്റ് ഇട്ട ഡേറ്റ് നോക്കുക, ലേറ്റസ്റ്റ് ആണോ അതോ ജസ്റ്റ് ലിങ്ക്ഡിൻ പേരിന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണോ, കമ്പനി സൈസ് എത്ര കാര്യങ്ങളിൽ നോക്കുക. അബൌട്ടിൽ പോയാൽ നമുക്ക് കോൺടാക്റ്റ് നമ്പറും കിട്ടും, വെബ്സൈറ്റും കിട്ടും. കോൺടാക്റ്റ് നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരെ വാട്സപ്പിൽ പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അവർ വാട്സപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കാരണം മെയിൽ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നതാണ് മെയിൽ. അത് നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വാട്സപ്പിലേക്കാൾ യൂസ് ചെയ്യുന്ന മെയിലാണ്. വാട്സപ്പ് പോലെ അവർ മെയിൽ യൂസ് ചെയ്യും. ഓക്കെ, കാരണം അവർ പ്രൈവസിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്ത് ഡാറ്റ എടുക്കുക. വെബ്സൈറ്റ് രണ്ടാമത്തെ പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിക്ക്, സെയിം ചാറ്റിൽ ജെമിനിക്ക് കൊടുക്കുക. അവിടെ കമ്പനി ഡീറ്റെയിൽ, കമ്പനി URL, അവരുടെ കമ്പനി URL കൊടുക്കുക, വെബ്സൈറ്റ് URL കൊടുക്കുക. ഒബ്സർവ്ഡ് ഡാറ്റയിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത ഡാറ്റ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എൻ്റർ ക്ലിക്ക് ചെയ്യുക. ജെമിനി നമുക്ക് മെയിൽ തരും. ദെൻ കോപ്പി പേസ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ എനിക്കറിയാം കുറച്ച് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പറയുന്നത്. വേറെ കട്ടോ, ഞാൻ ഈ വീഡിയോ കട്ടോ അല്ലെങ്കിൽ എഡിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് അപ്ലോഡാണ്. സോ നിങ്ങളുടെ സജഷൻസും റെക്കമെൻഡേഷനും ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ നന്നായിരിക്കും. കാരണം ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനിയും നെക്സ്റ്റ് ഒരുപാട് വീഡിയോസ് ചെയ്യണം. സെയിൽസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെത്തേഡ് മാത്രമല്ല, ഡേ ബൈ ഡേ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ ആദ്യം പഠിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വലിയ കമ്പനീസിനെ പോയി പിച്ച് ചെയ്യുക, അത് നടക്കില്ല, നമ്മൾ തിരിഞ്ഞു പോകും. ഓക്കെ, പിന്നെയാണ് നമ്മൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, കാരണം നമ്മൾ നാട്ടിൽ ഇങ്ങനെയാണ് വന്നത്. സോ നമുക്ക് ആ വേറെ രാജ്യത്തേക്ക് പോകുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളൊരു ഐഡിയ വരുന്നത്. സോ സെയിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എൻഡ് ചെയ്യുന്നതല്ല, നമുക്കതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് എന്ത് ചെയ്യാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.